25 വർഷക്കാലം സെന്റ് ജോൺസ് ദി ബാപ്റ്റിസ്റ്റ് ജൂനിയർ കോളേജിനെ നയിച്ച പ്രിൻസിപ്പൽ സിസി ലൂക്ക മാഡത്തിന് യാത്രാമംഗളങ്ങൾ. 25 വർഷക്കാലം നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഭാഗമായ നമ്മളെ വളർത്തിയ നമ്മളിൽ മായാത്ത ഒരു മുദ്ര പതിപ്പിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട ടീച്ചർ സിസി ലൂക്ക, നമ്മുടെ സ്കൂളിലെ മാനേജർ ബഹുമാനപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ ജെലിയച്ചൻ, ജോസേച്ചൻ, PTA പ്രസിഡന്റ്, വിശിഷ്ട വ്യക്തികളെ, എനിക്ക് വളരെയധികം ആഹ്ലാദവും ഒപ്പം ഈ യാത്ര പറച്ചിലിന്റെ ഒരു വേദനയുമാണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത്. 25 വർഷം നമ്മുടെ സ്ഥാപനത്തിൽ സമർപ്പിച്ച് ജോലി ചെയ്തതിനു ശേഷം ഈ സ്ഥാപനത്തിന് പടിയിറങ്ങുന്ന സിസി ടീച്ചറിനെ അനുമോദിക്കുന്നത് എനിക്കറിയാനാകാതെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും വർഷങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്ഥാപനത്തിന് വേണ്ടി ജീവിച്ച് അനേകം കുഞ്ഞുങ്ങൾക്ക് വലിയ സ്വാധീന ശക്തിയായി, തണലായി, അവരുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കുന്ന ഓർമ്മകളൊക്കെയായി മാറിയ നമ്മുടെ സിസി ടീച്ചർ. ഞാനിവിടെ വന്നപ്പോൾ വേദിയിലേക്ക് നോക്കിയപ്പോൾ ഈ ടീച്ചറിനെ കുറിച്ച് ഏതാണ്ട് 10-40ഓളം വിശേഷണങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ പോകുന്നതിന് മുമ്പ് കുട്ടികളൊക്കെ ഈ സ്റ്റേജിൽ കയറി വന്ന് ഇതെല്ലാം വായിക്കണം. നിങ്ങൾ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സിസി ടീച്ചർ നമ്മുടെ സ്ഥാപനത്തിൽ ആരായിരുന്നു എന്ന് ഈ ശീർഷകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളെല്ലാമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതിലൊരു 3-4 മാത്രം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബാക്കിയുള്ളത് നിങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കണം. ഒരു ടീച്ചർ നമ്മുടെ സ്ഥാപനത്തിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങൾ നൽകിയിട്ടാണ് പോകുന്നത്. ആ ടീച്ചറുടെ ജീവിതത്തിൽ വിളങ്ങിയ ചില സവിശേഷതകളും ഓരോന്നോരോന്നായി നമ്മൾ പകർത്തുമ്പോൾ ആ ടീച്ചർ നമ്മളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കും. ടീച്ചറുടെ സാന്നിധ്യം ഈ സ്കൂളിൽ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഒത്തിരിയധികം പ്രത്യേകിച്ച് കുട്ടികൾ അനുകരിക്കുന്നവരാണ്. സിനിമകൾ അനുകരിക്കും, വേഷവിധാനങ്ങൾ അനുകരിക്കും, ചില സ്വഭാവങ്ങൾ അനുകരിക്കും, ചില വ്യക്തികളെ അനുകരിക്കും, ചില നോവലുകളെ, കഥാപാത്രങ്ങളെ അനുകരിക്കും. അങ്ങനെ അനുകരണം ഒത്തിരി പാലിക്കുന്ന അല്ലെങ്കിൽ പരിശീലിക്കുന്നവരാണ് കുട്ടികൾ കൂടുതൽ. അതുകൊണ്ടാണ് നമുക്ക് പറയുന്നത് ചില സിനിമകൾ നമ്മളെ അക്രമത്തിലേക്ക് നയിക്കും, ചില സിനിമകൾ നമ്മളെ നന്മയിലേക്ക് നയിക്കും. ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കലഹങ്ങൾ ഉണ്ടാക്കാൻ തോന്നുന്നു. ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ തോന്നുന്നു, മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ തോന്നുന്നു. അപ്പൊ അങ്ങനെ അനുകരിക്കാൻ പറ്റിയ ആളുകൾ നമ്മുടെ ക്യാമ്പസുകളിൽ, കലാലയങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരാളായിരുന്നു നമ്മുടെ സിസി ടീച്ചർ. നമുക്ക് അനുകരിക്കാൻ പറ്റിയ ഒരാളായിരുന്നു. ആ ടീച്ചറുടെ ജീവിതത്തിലെ അനുകരിക്കാവുന്ന കുറെ വിശേഷങ്ങളാണ് ഇവിടെ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു വീട്ടിൽ പോലും ഇന്ന് എല്ലാവരെയും കൂട്ടിയിറക്കി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇവിടെ 25 വർഷക്കാലം വലിയ തട്ടുമുട്ടുമില്ലാതെ ഇവരെ എല്ലാവരെയും കോർത്തിണക്കി കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും സിസി ലൂക്കായ്ക്ക് നല്ല ഒരു കയ്യടി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ എനിക്ക് അടുത്ത ഒരു പോയിന്റായിട്ട് പറയുവാനായിട്ടുള്ളത്, ഒത്തിരി സഹനത്തിൻ്റെ ജീവിതം ഞാൻ മാഡത്തിൽ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ വേദനകളുടെ ജീവിതത്തിൽ കണ്ടപ്പോഴും സ്വീകരിച്ചപ്പോഴും
അതിനെയൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ കണ്ണുനീർ കൊണ്ട് തന്നെ ആ സഹനത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. വേദനകളുടെയൊക്കെ സമയങ്ങളുണ്ട്, നമുക്കറിയാം. ഇങ്ങനെയൊക്കെ പുറത്തിറക്കി കൊണ്ടുപോകുമ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടും. അത് നിസ്സാരമായ കാര്യമൊന്നുമല്ല. അതിൻ്റെ പേരിലൊക്കെ ഒത്തിരിയേറെ സഹനങ്ങൾ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ചുരുക്കുന്നു, ഒത്തിരിയധികം സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് തന്നെ തൻ്റെ ഉത്തരവാദിത്വം ആത്മാർത്ഥതയോടെ നിർവഹിക്കുവാനായിട്ട് സിസി ലൂക്കായ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അത് നെഗറ്റീവായിട്ടും എടുക്കാം, പോസിറ്റീവായിട്ടും എടുക്കാം. പക്ഷെ ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുക. വിട്ടുവീഴ്ചയില്ലാത്തൊരു മനോഭാവം. തൻ്റെ ജീവിതത്തിൽ ചില ആദർശങ്ങളുണ്ട്. ആ ആദർശങ്ങളിൽ നിന്നും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുവാനായിട്ട് സാധിക്കുക. ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. നെഗറ്റീവായിട്ട് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാൻ നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുക. വിട്ടുവീഴ്ച, യാതൊരു വിധത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത, തൻ്റെ ആദർശത്തിനകത്ത് സ്വല്പം വെള്ളം പോലും ചേർക്കാനായിട്ട് സാധിക്കാത്ത വലിയ വ്യക്തിത്വം ഞാൻ മാഡത്തിൽ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തെ സുഖപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ ജീവിതത്തിലുള്ള 25 വർഷക്കാലം ഒരു കലാകാരിയായി, അമേസിംഗ് ആയിട്ടുള്ള കലാകാരിയായി അവരുടെ കണ്ണുനീർ തുടച്ചിട്ടുണ്ട്. ഒരു കലാകാരന്റെ പ്രശ്നം അവൻ ഈ ലോകത്തിന്റെ ഞാൻ ഉണ്ടായിരുന്നു അച്ഛനെ കണ്ടു. ശരി. Of Proverbs chapter 3 verse 6. Trust in the Lord with all your heart. He will show you the path. I still vividly recall my first teaching experience at my college.